ഇന്ന് ഇവിടത്തെ ഈ ഒരു മഞ്ഞ് വീഴ്ച ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെറുതെ ഒന്ന് ഇടാന്ന് വിചാരിച്ചു. യൂറോപ്പില് മിക്ക സ്ഥലത്തും മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ടുണ്ട്. പലരും വീഡിയോ ഇട്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ അതിശക്തമായിട്ടുള്ളൊരു മഞ്ഞ് വീഴ്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഇടാന്ന് വെച്ചത്. ഇന്ന് രാവിലെ തന്നെ മോളെ കിൻഡർഗാർട്ടനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വഴിയായിരുന്നു. അപ്പോൾ നല്ല ശക്തിയിലാണ് പെയ്യുന്നത്. പെട്ടെന്ന് ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിലാണ് പെട്ടെന്ന് ഇത്രയും മഞ്ഞ് അങ്ങ് വന്ന് വീണത് കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ മഞ്ഞില്ലായിരുന്നു. പിന്നെ ശക്തമായിട്ടുള്ള മഞ്ഞ് പെട്ടെന്ന് അങ്ങ് വീഴുകയായിരുന്നു. അപ്പോൾ അത് ആ ഒരു വീഡിയോ ആണ് ഈ കാണുന്നതൊക്കെ. ഏകദേശം നല്ല ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 4, 5 സെന്റിമീറ്റർ ഹൈറ്റിൽ തന്നെ മഞ്ഞ് വീണായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇത് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഫോട്ടോയ്ക്കൊക്കെ നല്ല നല്ല ഭംഗിയായിരിക്കും. നല്ല വെള്ള കളറിൽ ഇങ്ങനെ കാണുമ്പോൾ. പക്ഷേ ഇവിടെ അങ്ങനെ സ്ഥിരം ഇതിങ്ങനെ അങ്ങ് നമുക്ക് അവിടെ ജീവിക്കുമ്പോൾ അത്ര നല്ല സുഖമായിട്ട് തോന്നുന്നില്ല. കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ റോഡെല്ലാം ഇങ്ങനെ അളിഞ്ഞ് പൊളിഞ്ഞിങ്ങനെ കിടക്കും. ഒരു ചെളി പിടിച്ച് വണ്ടി പോയിട്ടും അല്ലാതെയൊക്കെ ഈ വെള്ളവും മഞ്ഞും കൂടിയായിട്ട് ചെളി പിടിച്ച് അങ്ങനെ കിടക്കും. അപ്പോൾ അതിലിങ്ങനെ നടന്നു പോണതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നടക്കുമ്പോഴൊക്കെ പേടിക്കേണ്ട ഒരു സമയം ഈ സമയത്താണ്. തെന്നി വീഴാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ തെന്നി തെന്നി വീണ് അപകടങ്ങളുണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നല്ല ഷൂവും മറ്റുള്ളതൊക്കെ ഇട്ടിട്ടേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ ഒരു സമയത്തുള്ള ബുദ്ധിമുട്ടുകളാട്ടോ. ഇപ്പൊ ഞങ്ങള് പോണ വഴിക്ക് തന്നെ അവിടെ വണ്ടിയില് വന്നിട്ടുണ്ട് ആൾക്കാര്. ഇവര് മഞ്ഞ് കോരാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. പെട്ടെന്ന് തന്നെ അവര് വന്നു. ഇനി അവര് വന്നിട്ട് ഇതിങ്ങനെ നമ്മുടെ ഈ സൈഡിൽ നിന്നെല്ലാം കോരി മാറ്റും. അതല്ലാതെ ഇത് കൂടാതെ തന്നെ വണ്ടികള് വേറെയുണ്ട് ട്ടോ. വണ്ടി വന്നിട്ട് സൈഡ് നമ്മളെ ഈ ഫുട്പാത്തുകള് കംപ്ലീറ്റ് അവര് അതിലെ വണ്ടി ഓടിച്ചിട്ട് ആ വഴിന്ന് ഉള്ള മഞ്ഞ് മൊത്തം അങ്ങ് മാറ്റിപ്പോകും. ഇന്നിപ്പോ പെയ്ത മഞ്ഞത്തുള്ളികളൊക്കെ വെച്ചാല് വല്യ വല്യ പീസുകളാണ്. വല്യ പീസുകൾ. അത്യാവശ്യം വല്യ തരത്തിലുള്ള പീസുകളാണ്. ഇനിയിപ്പോ ഇവിടന്ന് അങ്ങോട്ട് വിന്റർ സ്പോർട്സിന്റെ സമയാട്ടോ. അത് നമ്മളിങ്ങനെ ഇവിടുത്തെ മലകളിലും അല്ലാതെയൊക്കെ ഈ വിന്റർ സ്പോർട്സുകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഏരിയയിലൊക്കെ കൂടുതലും വിന്റർ സ്പോർട്സ് നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പല സ്ഥലത്തുനിന്നും ആൾക്കാര് വരാറുണ്ട്. ഇത് ഒരു വണ്ടി ഈ വണ്ടി റോഡിലുള്ള മഞ്ഞ് നീക്കുന്ന വണ്ടിയാട്ടോ. അപ്പൊ രാവിലെ മഞ്ഞ് പെയ്തുകൊണ്ട് രാവിലെ ഇറങ്ങിയതാണ്. ഇത് കൂടാതെ തന്നെ ഫുട്പാത്തിൽ ചെയ്യുന്നുണ്ട്. ഇതാട്ടോ ഞാൻ പറഞ്ഞത് നേരത്തെ ഈ ചെളി പിടിച്ച പോലെ കിടക്കുന്ന നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണിത്. ഇത് കണ്ടോ ആകെ ചെളി പിടിച്ച് വെള്ളമായി തുടങ്ങി. അപ്പൊ അതിങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മൊത്തത്തിലൊരു ചെളി പിടിച്ച് കിടക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ രാവിലെ വണ്ടി എടുക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ട്. ഈ പുറത്ത് നിർത്തിയിരുന്ന വണ്ടികൾ എടുക്കുമ്പോൾ മൊത്തം മഞ്ഞായിരിക്കും. അതെല്ലാം മാറ്റിയിട്ട് വേണം. അതിന് തന്നെ ഒരു 10, 15 മിനിറ്റ്. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ് ഈ ഒരു സമയത്ത്. ഇതാണ് ഈ ഫുട്പാത്തിൽ ഉള്ള ഇത് മഞ്ഞ് മാറ്റുന്ന വണ്ടി കേട്ടോ. ഇതുകൊണ്ട് ഓടിച്ചങ്ങനെ പോവാറാണ് അവര്. അപ്പോൾ അവിടുത്തെ മഞ്ഞെല്ലാം കോരി ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടാണ് പോവാറ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകള്. അപ്പോൾ ഇതൊക്കെ കാണാത്തവർക്ക് വേണ്ടി തന്നതാണ്. കണ്ടവര് ഇത് സ്കിപ്പ് ചെയ്ത് വിട്ടോളുക. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.